ഓക്കെ, നമ്മളപ്പം നിർത്തിയിരുന്ന കണക്ക് ഇവിടെ ആയിരുന്നു അല്ലേ, നമ്മുടെ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729 എന്ന് പറഞ്ഞ കണക്കിലായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, പരപ്പളവ് 800 പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ള വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? അതായത് നമുക്കൊരു എന്തുണ്ട്, വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ അകത്ത് എന്താണ് അന്തർലേഖനം ചെയ്യുന്നത്, അതായത് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 800 പൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫിഗർ വരേണ്ടത് ഇത് നമ്മുടെ ഒരു സർക്കിളാണ് അല്ലേ, ഇത് നമ്മുടെ ഒരു എന്താണ് വൃത്തമാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ അകത്ത് ഒരു സമചതുരം ഇരിക്കണമെങ്കിൽ അല്ലേ, നമുക്കറിയാം ഒരു സമചതുരം ഇരിക്കണമെങ്കിൽ സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണ് അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ അകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഈ കാണുന്ന പോയിൻ്റാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരറ്റത്തേക്കുള്ള ദൂരം നമ്മൾ പറയുന്ന പേര് റേഡിയസ് അഥവാ ആരം അല്ലേ. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 ഡയഗണൽ വരച്ചാൽ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു എന്തെടുക്കാം, സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരം നമുക്ക് വരച്ചെടുക്കാം. സമചതുരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വശത്തിൻ്റെ സൈഡ് എത്രയായിരിക്കും? എ ആയിരിക്കും. സമചതുരത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തു ABCD എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കേണ്ടതാണ് എന്താ ഇവിടെ പറയുന്നത്, പരപ്പളവ് 800 പൈ എന്നാണ് വയ്ക്കുന്നത്. അപ്പം നമ്മുടെ വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താണ്? πr² അല്ലേ. πr² = എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 800 പൈ അല്ലേ. തന്നിരിക്കുന്നത് പരപ്പളവ് എത്രയാണ്? സർക്കിളിൻ്റെ പരപ്പളവ് എത്രയാണ്? 800 പൈ. അപ്പം πr² = 800 പൈ. അപ്പുറയും ഇപ്പുറയും എന്തുണ്ട്? പൈ ഉണ്ട് അല്ലേ. ഇടത്തും വലത്തും പൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പൈനെ സിമ്പിളായിട്ട് വെട്ടിക്കളയാം. പിന്നെ അടുത്ത എന്താണ് വരേണ്ടത്? r² = എത്രയാണ്? 800 എന്ന് പറഞ്ഞ് കിട്ടും. അതവിടെ കിടക്കട്ടെ. നമുക്ക് കിട്ടി ആറിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ റേഡിയസിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്നാ കിട്ടണം? 800 എന്ന് പറഞ്ഞ് കിട്ടണം. ഇനി നമ്മൾ നോക്കേണ്ടതാണ്, നോക്കി ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുവാണ്. ഉണ്ട്, ഇതാണ് നമ്മുടെ ABC. നീല നിറത്തിൽ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ സർക്കിളിനകത്ത് അന്തർലേഖനം ചെയ്തിരിക്കേണ്ടത് തന്നെ ഒരു എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതെന്ത് തിയറം ഫോം ചെയ്യും? നമ്മുടെ പൈതഗോറസ് തിയറം ഫോം ചെയ്യും അല്ലേ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഒറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോൾ നോക്കി, ബേസിൽ നിന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ എത്രയാണ് വരേണ്ടത്? നമുക്കറിയാം ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ എന്നാ പറയാൻ പറ്റും? ഇത് പൈതഗോറസ് തിയറം ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ബേസിൻ്റെ സ്ക്വയറും ബേസ് സ്ക്വയർ പ്ലസ് ഓറ്റിറ്റ്യൂഡ് സ്ക്വയർ എന്തായിരിക്കണം? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് എത്രയാണ് വിട്ടിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് A ആണ്. അപ്പോൾ Aയുടെ സ്ക്വയർ പ്ലസ് ഓറ്റിറ്റ്യൂഡ് എത്രയാണ്? ഇതൊരു എന്താണ് നമ്മുടെ പൈതഗോറസ് തിയറം ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ A തന്നെ ആയിരിക്കും നമ്മുടെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ബേസിനോട് തന്നെ തുല്യമായിരിക്കും എന്ത്? നമ്മുടെ ഓറ്റിറ്റ്യൂഡ്. അപ്പോൾ അതെന്ത് വരും? A² = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്നാ വരണം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 6 ഉണ്ട്. ഇവിടെ കണ്ടോ, ഒരു 6 പകുതി വരെ, ബാക്കി പകുതിയും 6. അപ്പോൾ 6 + 6 എത്രയാണ്? 2r. അപ്പോൾ എന്നാ വരണം? 2r the whole square എന്ന് പറഞ്ഞു വരണം. അപ്പോൾ A² + A² = 2r the whole square. അടുത്തെന്താണ്? 2a² കൂടിയാൽ എത്ര a² ആവും? 2a² അല്ലേ. 2a² ഉണ്ടെങ്കിൽ 2a² = എന്നാ വരും? 2 × 2r the whole square. അതോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്നാ വരും? 4r² എന്ന് പറഞ്ഞ് വരും. 4r² എന്ന് വരും. ഇനി എന്നാ എടുക്കണം? a² വാല്യൂ കൊണ്ട് എടുക്കണം. a² = എന്താണ്? നമുക്കറിയാം a² = 4r²/2 അല്ലേ. 4r²/2 എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം വെട്ടിപ്പോവും. പിന്നെ എന്നാ വരും? 2r² ആണ് നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്? 2r² ആണ് എയുടെ വാല്യൂ. നമുക്കറിയാം r² വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, എത്രയാണ്? 800. r² വാല്യൂ നമുക്കറിയാം 800 ആണ്. അങ്ങനെയാണെങ്കിൽ 2r² ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ വേണ്ടത്? സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലേ. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? നമ്മുടെ
എ സ്ക്വയർ അല്ലെങ്കിൽ നമുക്കറിയാലോ 4 × a എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് എല്ലാ വശങ്ങളുടെയും സ്ക്വയർ എടുത്താൽ മതി അല്ലേ, എയുടെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ 2r the സ്ക്വയർ പിന്നെ വരണം 2 × നമുക്ക് കിട്ടിയ r സ്ക്വയർ എത്രയാണ് 800. 2 × 800 എത്രയാണ് 1000. 8 16 16ഉം 2 0 1600 സ്ക്വയർ സെൻറ്റിമീറ്റർ. കണ്ടോ, അതായത് നമ്മൾ സിമ്പിളായിട്ട് ഡിറൈവ് എടുത്താണ്. എന്താണ് നമുക്കറിയാം ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു സമചതുരം നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സർക്കിളിൻ്റെ പരപ്പളവ് എന്താണ് πr സ്ക്വയർ. πr സ്ക്വയർ എന്നിട്ടുണ്ട് 800π. അവിടെ തന്നെ പൈ വെട്ടിപ്പോയി. പിന്നെ നമുക്ക് കിട്ടി r സ്ക്വയർ = 800. നമ്മൾ വരച്ച് നോക്കുമ്പോൾ ഇതൊരു സമചതുരമായിട്ട് തന്നെ എന്താണ് എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ ആംഗിൾസും തുല്യമാണ്. ഇതിൻ്റെ ഡയഗണൽ കടന്നു പോകുന്നതിലെയാണ് റേഡിയസിൻ്റെ ഇരട്ടി വഴി അല്ലെങ്കിൽ ഒരു നമുക്കറിയാം ഇതിൻ്റെ ഒരു ഡയമീറ്ററാണ് ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ABC റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ b² + o² ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ തിയറം പൈതഗോറസ് തിയറം. ബേസിൻ്റെ ലെന്ത് നമ്മൾ a ആണ്, നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ ബേസ്² a ആണെങ്കിൽ ഓറ്റിറ്റ്യൂഡ് എന്തായിരിക്കും a ആയിരിക്കും. കാരണം നമ്മുടെ സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ a² + a² = 2r². കാരണം എന്താണ് റേഡിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാറും അടുത്ത ആറും തമ്മിൽ കൂട്ടണം. അപ്പോൾ r² + r² എന്ന് പറയുമ്പം 2r² വരും. ഇനിയും a² + a² 2a² ആണ് = 2r the whole square ആണ് വിളിക്കേണ്ടത്. 2r the whole square എത്രയാണ് 4r² ആണ്. എന്ത് ചെയ്യണം a² വാല്യൂ നമുക്ക് വേണം. കാരണം എന്താണ് നമുക്കറിയാം a² എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം 4r²/2 വരുമ്പം 2ഉം 4ഉം കട്ടായി പോകും, 2r² കിട്ടും. നമുക്ക് r² വാല്യൂ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമ്മൾ കണക്ക് ചെയ്യുന്ന 800. അപ്പോൾ 2 × 800 എത്രയാണ് 1600 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയാണ്. എന്താണ് നമുക്കറിയാം, നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്ററാണ്, വീതി എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ആ ടാങ്കിൻ്റെ ഉള്ളളവിൽ ആകെ 10,000 ലിറ്ററാണ് കൊള്ളുന്നതെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉയരം എത്രയാണ് കണ്ടുപിടിക്കണം. സപ്പോസ് ഇതാണ് നമ്മുടെ ടാങ്ക് എന്നിരിക്കട്ടെ, ഇത് നമ്മുടെ ടാങ്കാന്നിരിക്കട്ടെ. ഈ വരയ്ക്കുന്നതാണ് നമ്മുടെ ടാങ്ക്. ഓക്കെ, ഇത് നമ്മുടെ ടാങ്കാണ്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിന് എന്താ പറഞ്ഞത്, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഈ നീളം എന്ന് പറയുന്നത് എത്രയാണ് 2 മീറ്ററാണ്. ഇനിയും വീതി എന്ന് പറയുന്നത്, ഇതാണ് വീതി. വീതി എന്ന് പറയുന്നത് എത്രയാണ് 1 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉയരം, അതായത് ഈ ഒരു ദൂരം കണ്ടുപിടിക്കണം. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, നമുക്കറിയാം എന്താണ്, ഇതൊരു ക്യൂബാണ് അല്ലേ. ക്യൂബിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, L × B × H അല്ലേ. നീളം ഗുണം വീതി ഗുണം ഉന്നതിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ എന്തിൻ്റെയാണ് ടാങ്കിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത്. അപ്പോൾ നീളം ഗുണം വീതി ഗുണം ഉന്നതി എന്ന് പറയുന്നത് എത്രയാണ് 10,000 ലിറ്റർ അല്ലേ. 10,000 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആകെ ഉള്ളളവ് എത്രയാണ്, ടാങ്കിൽ ആകെ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം L × B × H നമുക്ക് കുറച്ച് വാല്യൂ ഉണ്ട് അല്ലേ. ലെന്തിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 2 മീറ്റർ. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എത്രയാണ് തന്നിരിക്കുന്നത് 1 മീറ്റർ. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇട്ട് കൊടുത്തേ, ലെന്തിൻ്റെ അവിടെ 2 കൊടുക്കണം, ബ്രെഡ്ത്തിൻ്റെ അവിടെ 1 കൊടുക്കണം, ഇൻറ്റു എച്ചിൻ്റെ അവിടെ H തന്നെ കൊടുക്കണം. എത്ര വരും 10,000 ലിറ്റർ വന്നു. ഇനി എന്ത് വരും 2H = 10,000 ലിറ്റർ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മുടെ 2യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ അപ്പുറം എന്നായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 10,000 ÷ 2 എത്ര കിട്ടും നമുക്ക്, 10,000ൻ്റെ പകുതി എടുത്താൽ 5,000 കിട്ടും അല്ലേ. 5,000 കിട്ടും. 5,000 കിട്ടിയതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കിതിനകത്ത് പകുതി ഹൈറ്റാണ് 5,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊള്ളുന്ന എന്താണ്
വെള്ളമാണ് കൊള്ളുന്നത്. അപ്പോൾ ഓർക്കേണ്ടതാണ്, 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത് മീറ്ററിലും മറ്റേ ലിറ്ററിലുമാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 5000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് എത്ര കിട്ടും ഉത്തരം? 5 ലിറ്റർ. 5 ലിറ്റർ ആയിരിക്കും, 5 മീറ്റർ ആയിരിക്കും എന്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എല്ലാം മീറ്ററിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? നമ്മുടെ ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്ററോട് കൺവേർട്ട് ചെയ്യും. ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 5000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 മീറ്റർ ആണ് ഇതിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് കേട്ടോ. ഉന്നതി എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. അല്ലെ ഇട്ട് നോക്കിയേ, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിൽ നമ്മൾ ഇട്ട് നോക്കണം. എത്രയാണ്? 2 ഗുണം 1 ഗുണം 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 10000 കിട്ടുമോ നോക്കണം. ഇവിടെ നമുക്ക് i 2 10 കിട്ടും അല്ലേ. 10 മീറ്റർ ഈസിക്കൽ ടു 10000 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മീറ്ററിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 10 ഗുണം 1000 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 10000 ഈസിക്കൽ ടു 10000 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഈ കണക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനത്തെ കണക്കുകൾ ചോദിച്ചു തന്നിട്ടുണ്ട്, നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ കൺവേർഷനും കൂടി വരുന്നുണ്ട് കേട്ടോ. ഒറ്റ കണക്കിൽ തന്നെ ഇതുപോലത്തെ കൺവേർഷനും കൂടി കയറി വരുന്നുണ്ട്, നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ദി മാൻ ഹു നോ ഇൻഫിനിറ്റി? നമുക്കറിയാം ആരുടെയാണ്? നമ്മുടെ ശ്രീനിവാസ രാമാനുജനെ ബേസ് ചെയ്തുള്ള പുസ്തകമാണ് ദി മാൻ ഹു നോ ഇൻഫിനിറ്റി. പിന്നെ ക്ലാപ്പേക്കർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഖ്യ മാത്രമേ പഠിക്കാനുള്ളൂ. എത്രയാണ് ക്ലാപ്പേക്കർ സംഖ്യ? ക്ലാപ്പേക്കർ സംഖ്യ എത്രയാണ്? ക്ലാപ്പേക്കർ സംഖ്യ മറന്നുപോയോ? 6174 കേട്ടോ. 6174 6174 ക്ലാപ്പേക്കർ സംഖ്യ. രാമായണ സംഖ്യ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അറിയേണ്ട ഒരു സംഖ്യയാണ് ക്ലാപ്പേക്കർ സംഖ്യയും കേട്ടോ, ഓർത്തിരിക്കണം. ഇനിയും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 17 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെ? നമുക്കറിയാം ഒരു ത്രികോണമുണ്ട്. ഇതാണ് നമ്മുടെ ത്രികോണം എന്നിരിക്കട്ടെ. ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, അതായത് ഇവിടുത്തെയും എന്താണ് നീളങ്ങൾ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 17 സെൻറ്റിമീറ്റർ ആണ്. ഇതിപ്പോൾ എ, ഇതിപ്പോൾ ബി, ഇതിപ്പോൾ സി ആണെങ്കിൽ 17 സെൻറ്റിമീറ്റർ എന്തൊക്കെ കൂട്ടിക്കിട്ടണം? എയും ബിയും സിയും തമ്മിൽ കൂട്ടർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുവാണ് എന്താണ്? നമുക്ക് 17 സെൻറ്റിമീറ്റർ ആണുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ സൈഡുകൾ അതിൻ്റെ തുല്യമാണെങ്കിൽ, ഒരു ത്രികോണം നമുക്ക് വരയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച തിയറമാണ് 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശങ്ങൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം ഇല്ലേ. ഒരുപാട് വട്ടം ആവർത്തിച്ച ഒരു തിയറമാണ്, ഓർത്തിരിക്കണം. 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം കേട്ടോ, മറന്നുപോലെ. എന്താണ്? ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണമെങ്കിൽ ആ ത്രികോണത്തിൻ്റെ എന്താണ് വരയ്ക്കാനുള്ള എന്താണ് റൂൾ ഇതാണ്: 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. നമ്മളൊന്ന് എടുക്കുവാണ്, ഓപ്ഷൻ എ എടുത്ത് നോക്കി. 5 3 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 എന്ന് പറയുന്നത് 9നേക്കാളും കൂടുതലാണോ? അല്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത നോക്കി, 5 5 10. 10 എന്നുള്ളത് 7നേക്കാളും കൂടുതലാണ്, അത് ശരിയായി. ഇനിയും 7 5 എത്രയാണ്? 12. അടുത്ത 5നേക്കാളും കൂടുതലാണ്. വീണ്ടും എടുത്താൽ 7 5 12, അത് 5നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇവിടെ ബി ഒരെണ്ണം കറക്റ്റായിട്ട് കിടപ്പുണ്ട്. സിയും ഡിയും തെറ്റാണോ നോക്കണ്ടേ? നോക്കാം. നോക്കിയേ, 6 9 എത്രയാണ്? നമുക്കറിയാം 15 ആണ്. 15 2നേക്കാളും കൂടുതലാണ്. പക്ഷേ നോക്കിയേ, 9 2 എത്രയാണ്? 11, 6നേക്കാളും കൂടുതലാണ്. അടുത്ത് നോക്കിയേ, 6 2 എത്രയാണ്? 8. 8 9നേക്കാളും കൂടുതലാണോ? എല്ലാ വശങ്ങളും ചെക്ക് ചെയ്യുമ്പം 6 2 8 കിട്ടും. 8 9നേക്കാളും കൂടുതലാണോ? അല്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് 4 4 8. 8 9നേക്കാളും കൂടുതലാണോ? ആണോ? അല്ല. അപ്പോൾ അതും പറ്റത്തില്ല. പിന്നെ ഏക മാത്രമേ പറ്റത്തുള്ളൂ, നമ്മുടെ ഓപ്ഷൻ ബി മാത്രമേ പറ്റത്തുള്ളൂ ഉണ്ടോ. 5 5 7. ഒബ്വിയസ്ലി അതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു സ്ക്വയർ പോലെ സൈഡ് വരുന്നതിൻ്റെ ആയിരിക്കും ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ? ഇവിടെ ഒരു കണക്കിനകത്ത് കണ്ടില്ലായിരുന്നോ? ഉണ്ടോ, 2 വശങ്ങൾ തുല്യമായിട്ട് പോകണമെങ്കിൽ അതൊരു സ്ക്വയറിൻ്റെ 2 വശങ്ങളായിരിക്കും വരുന്നുണ്ടോ, എന്നാലേ അത് എയും ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ 5 5 അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും 7 വരുന്നത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഹലോ, അതെ അതെ അതെ, ചെറിയ 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ, അതായത് 3 വശങ്ങൾ നോക്കണം. എ ബി സി നോക്കുമ്പം എയും ബിയും കൂട്ടി സിയേക്കാളും വലുതാന്ന് നോക്കണം.
ബിയും സിയും കൂട്ടി എയേക്കാളും കൂടുതലാണോ നോക്കണം, എയും സിയും കൂട്ടി ബിയേക്കാളും കൂടുതലാണോ നോക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കണം. എല്ലാ ഭാഗത്തുകളും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് ഓൺ ആകത്തുള്ളൂ. മനസ്സിലായോ? കാരണം ചെറിയൊരു വശവും വലിയ വശവും എപ്പോഴും ഒരുമിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? എപ്പോഴും അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും എന്താണ്, രണ്ട് വശങ്ങൾ അങ്ങനെ പറയുന്നത് അല്ല, രണ്ട് ചെറിയ വശങ്ങൾ എടുത്ത് പറയുന്നില്ല. തിയറി ഇങ്ങനെ പറയുന്നത് രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തേതിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കണം കേട്ടോ. കൂടുതലായിരിക്കണം കേട്ടോ. ഈ തിയറിയാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കേണ്ടത് എന്താണ്, നമുക്കറിയാം ത്രികോണത്തിന് 3 വശങ്ങളില്ലേ, എയും ബിയും സിയും ഉണ്ട്. അപ്പോൾ നോക്കേണ്ടതാണ് എയും ബിയും കൂട്ടി സിനേക്കാളും കൂടുതലാണോ നോക്കണം. ഇനിയും ബിയും സിയും കൂട്ടി എനേക്കാളും കൂടുതലാണോ നോക്കണം. അതേപോലെ തന്നെ എയും സിയും കൂട്ടി ബിനേക്കാളും കൂടുതലാണോ നോക്കണം. ഈ 3 തിയറിയും സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം 3 വട്ടം എടുത്തു നോക്കി 3ഉം ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്താകത്തുള്ളൂ, തുല്യമാകത്തുള്ളൂ കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ത്രികോണത്തിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിതിനകത്ത് ചെയ്തിരുന്നു. ഏതാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ കേസ് വരുമ്പം എന്താണ് അംശബന്ധങ്ങൾ വരുന്നല്ലേ. അംശബന്ധങ്ങൾ വരുന്നതിൻ്റെ അകത്ത് അംശബന്ധമല്ല, ഓക്കെ ഞാനത് വിട്ടു തരിക. ഓക്കെ, നമ്മുടെ ഐസോസസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇല്ലേ, രണ്ട് വശങ്ങളും രണ്ട് ആംഗിൾസും തുല്യമായിട്ട് വരേണ്ട കേസിൽ മാത്രമേ അത് വർക്ക് ഓൺ ആകത്തുള്ളൂ. ഇത് നമ്മുടെ ഐസോസസ് ട്രയാങ്കിളിൻ്റെ കേസിൽ കേട്ടോ. അങ്ങനത്തെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇതിനകത്തുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നോക്കണം കേട്ടോ, വശങ്ങളാണോ അതോ രണ്ട് വശങ്ങൾ തുല്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോയി അപ്ലൈ ചെയ്യാൻ കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, അല്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ മട്ടത്രികോണം അല്ലേ, മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധം അല്ലേ വെച്ചാണെങ്കിൽ നമുക്കറിയാം മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധം എന്നാ വരേണ്ടത്, രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനോട് തുല്യമായിരിക്കണം കേട്ടോ. അതും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ചോദിക്കണം മട്ടത്രികോണത്തിൻ്റെ അംശബന്ധം അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞൊരു ചോദ്യം നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഏതായിരുന്നു? 4:5:9, അതുപോലെ തന്നെ 3:4:7, പിന്നെ 2:3:5, പിന്നെ വന്നത് 5:6:7 അല്ലേ. ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, ചുവടെ കൊടുത്തിട്ടുള്ള ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമല്ലാത്തത് ഏത്? മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമുള്ള വ്യത്യാസം എന്താണ്? രണ്ട് വശങ്ങളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തോട് തുല്യമായിരിക്കണം. മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒരു ത്രികോണമാണെങ്കിൽ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തിനേക്കാളും കൂടുതലായിരിക്കണം ത്രികോണത്തിൻ്റെ കേസിൽ. മട്ടത്രികോണത്തിൻ്റെ കേസിൽ, റൈറ്റ് ആംഗിളിൻ്റെ കേസിൽ എന്തായിരിക്കണം? നമ്മുടെ അംശബന്ധം നോക്കുവാണെങ്കിൽ, അതായത് ആംഗിൾസ് നോക്കുവാണെങ്കിൽ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനോട് തുല്യമായിരിക്കണം. അതായത് നോക്കി, രണ്ട് വശങ്ങൾ 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടും, കറക്റ്റാണ്. അടുത്തത് 4ഉം 3ഉം കൂട്ടിയാൽ 7 കിട്ടും, അതും കറക്റ്റാണ്. 3ഉം 2ഉം കൂട്ടിയാൽ 5 കിട്ടും, അതും കറക്റ്റാണ്. പക്ഷേ 6ഉം 7ഉം കൂട്ടിയാൽ 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 7 കിട്ടത്തില്ല, പകരം 11 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ കേസിൽ അതിൻ്റെ ആംഗിൾസ് തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തേനോട് തുല്യമായിരിക്കണം. പക്ഷേ ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണമെങ്കിൽ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം കേട്ടോ. രണ്ടും ഒരേ രീതിക്ക് പഠിക്കാനാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ചോദിക്കാം. കഴിഞ്ഞ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതാരും ചോദിച്ചിരുന്നു കേട്ടോ. തിയറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഐസോസസ് ട്രയാങ്കിളും എന്താണ്, രണ്ട് വശങ്ങളും രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും ഐസോസസ് ട്രയാങ്കിൾസിന് കേട്ടോ. ആ കാര്യങ്ങളും ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 5:10 5:10 എന്ത് കൂട്ടിയാലാണ് 5:11 കിട്ടുക? ഇത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. 3:10 എന്ത് കൂട്ടിയാൽ 3:11 കിട്ടും, 2:10 എന്ത് കൂട്ടിയാൽ 2:11 കിട്ടും എന്നൊക്കെ പരിശോധനയുള്ളതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ. നോക്കിയാൽ നമുക്കറിയാം 5:10 എത്ര കൂട്ടിയാലാണ് 5:11 കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, 5:10 പ്ലസ് കൂട്ടേണ്ട സംഖ്യ എക്സ് ഈസിക്കൽ ടു എന്നാ കിട്ടണം, നമുക്ക് 5:11 കിട്ടണം അല്ലേ. 5:10 കൂടെ എക്സ് നമുക്ക് കൂട്ടിയാൽ എന്നാ കിട്ടണം, 5:11 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 5:11 കൂടെ എന്ത് കുറയ്ക്കണം? ഈ 5:10 പ്ലസ് ആണ്, പ്ലസ് ഈക്വൽസിന് അപ്പുറം ആരായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ 5:11 നിന്നും 5:10 നമുക്ക് കുറയ്ക്കണം.
ഇനി നമുക്കറിയാം 5^11 എന്ന് പറഞ്ഞാൽ അല്ലേ 5^11 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം a⁻m ഇൻറ്റു a⁻n ഈസിക്കൽ ടു a⁻m+n അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 5^10 ഇൻറ്റു 5^1 ഇല്ലേ. അങ്ങനെയാണ് തന്നെ വരും a⁻m ഇൻറ്റു a⁻n ഈസിക്കൽ ടു a⁻m+n വെച്ചുകൊണ്ട് 5×10+1 5×11 കിട്ടും. അപ്പം നമ്മൾ ഈ 5×11 നമ്മൾ എഴുതുവാണ് 5×10 ഗുണം 5×1 മൈനസ് 5×10. കാരണം 5×11 നമ്മൾ മാറ്റി എഴുതിയാണ് എങ്ങനെ 5×10 ഇൻറ്റു 5×1. ഏത് റൂൾ വെച്ചുകൊണ്ട് a⁻m ഇൻറ്റു a⁻n ഈസിക്കൽ ടു a⁻m+n എന്ന് പറഞ്ഞ റൂൾ വെച്ചുകൊണ്ട്. അപ്പം നോക്കി നമുക്ക് മനസ്സിലായി 5×11 നമുക്ക് 5×10 ഇൻറ്റു 5×1 എന്ന് എഴുതാം മൈനസ് 5×10 ഇത് തൊട്ടിപ്പറയുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആരെ കോമൺ എടുക്കാം 5×10 ഇവിടെ കോമൺ ആണ്. 5×10 കോമൺ എടുത്താൽ ബ്രാക്കറ്റ് എന്നാ കിട്ടും 5×1 മൈനസ് 1 ഇല്ലേ. 5×10 അവിടെ നിന്ന് 5×10 കോമൺ എടുത്താൽ എത്ര വരും അവിടെ 1 ബാക്കി കിട്ടും. ഇനി എന്നാ എഴുതണം 5×10 ഇൻറ്റു എന്താണ് 5×1 എന്ന് പറഞ്ഞാൽ 5 ആണ് 5 മൈനസ് 1 അല്ലേ. അപ്പം 5×10 ഇൻറ്റു 5 പോലെ 5 പോലെ എത്രയാണ് 4. അപ്പോൾ എത്ര കിട്ടും നമുക്ക് 4 ഗുണം 5×10. അപ്പോൾ നമ്മൾ എത്ര കൂട്ടണം അതിനോട് കൂടി എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4 ഗുണം എക്സ് ഈസിക്കൽ ടു 4 ഗുണം 5×10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 4 × 5×10 എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ 10×10 10×10 എത്ര കൂട്ടിയാൽ 10×11 കിട്ടും. അതേപോലെ തന്നെ 2×10 എത്ര കൂട്ടിയാൽ 2×11 കിട്ടും. 3×10 എത്ര കൂട്ടിയാൽ 3×11 കിട്ടും. റൂൾ സെയിം തന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ് ഇപ്പോൾ 3×10 ആണെങ്കിൽ എന്താണ് 3×10 പ്ലസ് എക്സ് ഈസിക്കൽ ടു 3×11. ചെയ്യേണ്ടത് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 3×11 മൈനസ് 3×10. 11 നമുക്ക് എങ്ങനെ എഴുതാം 3×10 ഇൻറ്റു 3×1 മൈനസ് 3×10. ചെയ്ത റൂള് തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. 3×10 നമ്മൾ കോമൺ എടുത്താൽ എന്താ വരും 3 മൈനസ് 1 വരും. അപ്പോൾ എന്നാ വരും 2 ഇൻറ്റു 3×10 ആണ് ഇതിനോട് കൂട്ടേണ്ടത്. കണ്ടോ ഓരോ നമ്പർ വരുമ്പോഴും 2 ഇൻറ്റു 3×10 കൂട്ടണം. ഇനിയും 4 ആണ് ചോദിച്ചതെങ്കിലോ ഉണ്ടോ 4×10 ഇൻറ്റു പ്ലസ് എക്സ് ഈസിക്കൽ ടു 4×11. അപ്പോൾ എന്നാ വരും എക്സ് ഈസിക്കൽ ടു 4×11 മൈനസ് 10. 4×11 നമുക്ക് എഴുതാം 4×10 ഇൻറ്റു 4×1 ഈസിക്കൽ ടു 4×10. 4×10 നമ്മൾ കോമൺ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും 4 മൈനസ് 1 അല്ലേ. അപ്പോൾ എന്നാ കിട്ടും 3 ഇൻറ്റു 4×10 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നോക്കി നിങ്ങൾക്കൊരു ഐഡിയ എവിടെ നിന്ന് കിട്ടിയോ 5 ആണെങ്കിൽ കണ്ടോ 5×10 ആണെങ്കിൽ എന്നാ വരും 4 വരും. കണ്ടോ 4×10 ആണെങ്കിൽ 3 വരും. 3×10 ആണെങ്കിൽ 2 വരും. അപ്പോൾ 10 ആണെങ്കിൽ എന്നാ വരും ഒരു കോമൺ ഫോർമുലയിലേക്ക് എത്തിയോ 10 വാല്യൂ ആണെങ്കിൽ എന്നാ വരും 10×10 എത്ര കൂട്ടിയാൽ 10×11 കിട്ടുമെന്ന് ചോദ്യം വന്ന് എന്നാ വരും 9 ഇൻറ്റു 10×10 വേണം കൂട്ടാൻ. മനസ്സിലായോ? കാരണം നോക്കി 4×10 വന്നപ്പോൾ 3 ഇൻറ്റു 4×10 വന്നു. 3×10 വന്നപ്പോൾ 2 ഇൻറ്റു 3×10 വന്നു. കാരണം ഇതിൽ നിന്ന് 1 കുറയ്ക്കുക 3×10 എഴുതുക. 5×10 വന്നപ്പോൾ എന്നാ വന്നു 4 ഇൻറ്റു 5×10 വന്നു. അങ്ങനെയാണെങ്കിൽ 10×10 എത്ര കൂട്ടിയാൽ 10×11 കിട്ടുമെന്ന് വെച്ചാൽ എന്നാ വരുന്നു ഉത്തരം 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 ഇൻറ്റു 10×10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8×10 എത്ര കൂട്ടിയാൽ 8×11 കിട്ടുമെന്ന് വെച്ചാൽ എന്നാ വരും 7 ഇൻറ്റു 8×10 കേട്ടോ. അങ്ങനെ ഒരു കോമൺ ഫോമിലേക്ക് നമുക്ക് വേണമെങ്കിൽ എത്താം കേട്ടോ. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ കേട്ടോ. ഇത് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. കാരണം നമ്മുടെ എക്സ്പോണൻസ് കൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞോ അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് നോക്കുക എന്താണ് 5×10 5 കൂട്ടി 5×11 കിട്ടും എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ തെറ്റാണ്. എന്താണ് 4 ഗുണം 5×10 കൂട്ടിയാൽ മാത്രമേ ഉത്തരം കിട്ടത്തുള്ളൂ കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തത്. നമുക്കറിയാം ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തതാണ് ഗൃഹപാഠം ചെയ്യൽ അല്ലേ. അതായത് ഡൂയിങ് ഹോംവർക്ക് ഈസ് നോട്ട് എ പ്രോസസ് സ്കിൽ. അതൊരിക്കലും മാത്സിൻ്റെ സ്കില്ല് വളർത്താനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ബാക്കി പ്രശ്നാവകതനം, ചോദ്യങ്ങൾ ചോദിക്കൽ, ഗണിതാശയങ്ങളുടെ വിനിമയം, ഇതെല്ലാം തന്നെ എന്താണ് നമ്മുടെ ഗണിതത്തിലെ പ്രക്രിയാശേഷികളാണ്. അതുകൂടാതെ താരതമ്യം ചെയ്യൽ, തരംതിരിക്കൽ, വർഗീകരിക്കൽ,
നിഗമനത്തിലെത്തൽ, സാമാന്യവൽക്കരിക്കൽ, പ്രശ്നപരിഗണനത്തിൽ ഏർപ്പെടൽ, ഇതെല്ലാം എന്താണ് ഗണിതത്തിലെ പ്രക്രിയാശേഷികളാണ് കേട്ടോ. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ, ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രക്രിയാശേഷികളാണ് ഗണിതത്തിലെ. ഓക്കെ, അടുത്തത് ഗണിതത്തിലെ പ്രശ്നപരിഹരണ തന്ത്രമല്ലാത്തത്. ഊഹിക്കലും പരിശോധിക്കലും, ചിത്രം വരയ്ക്കൽ, പുറകോട്ട് ചിന്തിക്കൽ, മനപ്പാഠം. ഏതാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടും. ഏതാണ്? നമ്മുടെ മനപ്പാഠം ഒരിക്കലും ഗണിതത്തിലൊരു പ്രശ്ന പരിഹരണ തന്ത്രം അല്ല. എപ്പോഴും എന്താണ്? അല്ലെങ്കിൽ ഗസ് ആൻഡ് ചെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചിത്രം വരച്ച് നമ്മളിപ്പോൾ കണ്ടില്ലേ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. പുറകോട്ട് ചിന്തിക്കൽ, അതായത് നമ്മൾ നേരെ ബാക്ക്വേർഡ് ചിന്തിക്കുക. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ തിയറി ഫോം ചെയ്ത് നമ്മൾ നേരെ പുറകോട്ട് ചിന്തിച്ചെടുത്തില്ലേ, ഇതാണെങ്കിൽ അതിനൊരു തിയറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തിങ്കിങ് ബാക്ക്വേർഡൊക്കെ നമ്മുടെ ഗണിതത്തിലെ പ്രശ്ന പരിഗണന തന്ത്രമാണ് അല്ലേ, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ്. പക്ഷേ മനപ്പാഠമാക്കൽ, ഒരു കാര്യം മനപ്പാഠമാക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്ന പരിഗണന തന്ത്രമല്ല. മനപ്പാഠമാക്കിയത് ഒരു ഈസോ വാസോ അങ്ങോട്ടും എല്ലാം മറന്നുപോയാൽ തീർന്നു കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. അടുത്തത് 60 കിലോമീറ്റർ പെർ മണിക്കൂറിൽ വേഗത്തിലോടുന്ന ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 15 സെക്കൻഡ് സമയം എടുക്കുന്നെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്രയാണ്? വളരെ സിമ്പിൾ ചോദ്യമാണ്. എത്രയാണ്? നമ്മുടെ ട്രെയിൻ ഓടുന്ന സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ അല്ലേ. ഇപ്പോൾ നമ്മുടെ സ്പീഡ് ഈസിക്കൽ എത്രയാണ്? അല്ലെങ്കിൽ വേഗം ഈസിക്കൽ ടു എന്താണ് 60 കിലോമീറ്റർ പെർ അവർ. അപ്പം വേഗം അല്ലെങ്കിൽ സ്പീഡ് ഈസിക്കൽ ടു എന്താണ് 60 കിലോമീറ്റർ പെർ ഹവർ. ഇനി എന്താണ് ഒരു ട്രെയിനിൻ്റെ ഇത് കടക്കാണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് കടക്കാണ്ട് എത്ര എടുത്തു? സമയം എത്ര എടുത്തു? 15 ടൈം ഈസിക്കൽ ടു 15 സെക്കൻഡ്. അപ്പം നമുക്കറിയാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഈസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ, സ്പീഡ് ഇൻറ്റു ടൈം, അതായത് വേഗം ഗുണം സമയം. വേഗം എത്രയാണ്? 60 ആണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എന്താണ്? ഒരെണ്ണം കിലോമീറ്ററിലും ഒരെണ്ണം സെക്കൻഡിലും ഇല്ലേ, ഒരെണ്ണം കിലോമീറ്റർ പെർ അവറിലും ഒരെണ്ണം സെക്കൻഡിലുമാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ നമ്മൾ എങ്ങോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. കാരണം ഒരേ യൂണിറ്റിലിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. തിരിച്ചും മറിച്ചും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്പീഡായിട്ടുള്ള 60 നമ്മൾ എങ്ങോട്ട് മാറ്റി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുവാണ്. 60 ഗുണം 5/18. കാരണം എന്താണ്? നമ്മുടെ കിലോമീറ്റർ അവറിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറുമ്പം 60 ഗുണം 5/18 ഇൻറ്റു എത്രയാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്? 15. ടൈം എന്ന് പറയുന്നത് 15. വെട്ടിക്കളയാം. എങ്ങനെ വെട്ടും? നമുക്ക് നമ്മുടെ 18നെയും 15നെയും തമ്മിൽ വെട്ടാം. എത്രയുണ്ട്? നമുക്ക് കിട്ടും 5 വട്ടം. ഇവിടെയാണെങ്കിൽ 6 വട്ടം അല്ലേ. ഇനി നോക്കി, നമുക്ക് കിട്ടും 60 ഗുണം 5 എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 6 അല്ലേ. 60 ഗുണം 25 കിട്ടുമ്പം 25 ഗുണം 6 ചെയ്യണം. എത്ര കിട്ടും നമുക്ക്? 25 ഗുണം 6 എന്ന് പറയുമ്പം 5 6 30 0 ഇഷ്ടം 3 6 2 12 3 15 150 കൂട്ടത്തിലൊരു 0 1500 ഭാഗം 6 അല്ലേ. 1500-നകത്ത് എത്ര വട്ടം 6 ഉണ്ട്? 1500 ഭാഗം 6. ഓക്കെ, 1500 ഡിവൈഡ് ബൈ 6 നമുക്ക് എത്ര കിട്ടും? 1500 ഭാഗം 6 എത്ര കിട്ടും നമുക്ക്? 15-നകത്ത് 2 വട്ടം അടങ്ങിയാൽ 12 കുറയ്ക്കണം. 5-ന്ന് 2 പോയാൽ 3. 30-നകത്ത് എത്ര വട്ടം? 5 6 30 5 വട്ടം. സോ വീണ്ടും 30. 0 ഇറക്കി എഴുതി, 0-ത്തിൽ അടങ്ങത്തില്ല. സോ 0 ഇട്ട് കൊടുത്തു. എത്ര കിട്ടും നമുക്ക് ആൻസർ? 250 മീറ്റർ. അപ്പം നമ്മുടെ ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 250 മീറ്റർ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നമ്മൾ സ്പീഡിനെ എത്ര കൊണ്ട് ഗുണിച്ചു? ടൈം കൊണ്ട് ഗുണിച്ചു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒരെണ്ണം കിലോമീറ്റർ പെർ അവറിലും ഒരെണ്ണം സെക്കൻഡിലുമാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 18/5 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഈ 2 തിയറി ഓർത്തിരിക്കണം, തിരിച്ചും മറിച്ചും ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപഗ്രഥന രീതിയുടെ സവിശേഷത എന്താണ്? അപഗ്രഥന രീതി അനലിറ്റിക് മെത്തേഡിൻ്റെ സവിശേഷത ഒരുപാട് വട്ടം പറഞ്ഞല്ലേ. അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്ക്, അതാണ് അപഗ്രഥന രീതി അല്ലേ. അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്ക് നമ്മൾ നീങ്ങുന്നതാണ് അപഗ്രഥന രീതി. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുതത്വത്തിൽ നിന്നും ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക് പോകുന്നതിനുള്ള പ്രശ്നം എന്താണ്? പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പൊതുതത്വത്തിൽ നമ്മൾ ഉദാഹരണത്തിലേക്ക് പോകണമെങ്കിൽ ആ മെത്തേഡ് എന്നാ പേര് പറയും? പഠിക്കേണ്ടതാ നിഗമന രീതി കേട്ടോ. നിഗമന രീതി ഇംഗ്ലീഷിനകത്തും പഠിക്കേണ്ടത് കേട്ടോ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇനിയും അനേകം ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്നതോ ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇനിയും അറിയാവുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് പോകുന്നതോ ഇത് വന്നത് എന്താണ്? അപഗ്രഥന രീതി എന്ന് വെച്ചാൽ അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്കാണ്.
അടുത്തത് അറിയാവുന്നതിൽ നിന്ന് നമുക്ക് അറിയാത്തതിലേക്ക് പോകുന്നത് എന്താണ്? ഉദ്ഗരൻ രീതി കേട്ടോ. ഓർത്തിരിക്കണം, രീതികളൊക്കെ ഓർത്തിരിക്കണം. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് പെഡഗോഗി പഠിക്കാനുള്ളത് തന്നെ ഏത് സബ്ജക്റ്റിൽ കേട്ടോ, സയൻസിനാണെങ്കിലും സോഷ്യലിനാണെങ്കിലും മാത്സിനാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ഈ ഉദ്ഗരൻ രീതി. അതുപോലെ തന്നെ അപഗ്രഥന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. അറിയാത്തതിൽ നിന്നും നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അറിയാവുന്നതിലേക്ക് പോകുന്നതാണ് അപഗ്രഥന രീതി. ഇനി ഉദ്ഗരന രീതി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് പ്രോബ്ലം ഒക്കെ ചെയ്തില്ല, അതൊക്കെ ഉദ്ഗരന രീതിക്ക് എക്സാമ്പിൾ കേട്ടോ. നമുക്ക് അറിയാവുന്നതിൽ നമ്മൾ പതുക്കെ സ്റ്റെപ്പ് എഴുതി അറിയാത്തതിലേക്ക് നമ്മൾ നീങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് 10 എന്ന തോതിൽ ബുക്ക് വാങ്ങി. 200 രൂപയ്ക്ക് 8 എന്ന തോതിൽ വിറ്റു. അയാൾക്ക് കിട്ടിയ ലാഭനഷ്ട ശതമാനം എത്രയാണ്? അതായത് ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് 10 എന്ന തോതിൽ ഒരു ബുക്ക് വാങ്ങിച്ചു. അതായത് 200 രൂപയ്ക്ക് 10 ബുക്ക് വാങ്ങിച്ചു. അതേപോലെ തന്നെ എന്ത് ചെയ്തു? 200 രൂപയ്ക്ക് 8 എന്ന തോതിൽ അത് വിറ്റു. അപ്പോൾ ഒബ്വിയസ്ലി എന്താ അവിടെ വരേണ്ടത്? ലാഭമാണ് വരേണ്ടത് അല്ലേ? 10 രൂപയ്ക്ക് വാങ്ങിച്ച് 8 രൂപയ്ക്ക് വിറ്റാൽ അവനോട് 2 രൂപ വെച്ച് ലാഭമുണ്ട് എന്നാണേലും, ശരിയല്ലേ? അപ്പോൾ നോക്കേണ്ടതാണ് അയാൾ കിട്ടിയ ലാഭനഷ്ട ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? 200 രൂപയ്ക്ക് നമുക്ക് 10 ബുക്ക് വാങ്ങിക്കാം അല്ലേ? 200 രൂപയ്ക്ക് 10 ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ വില എത്രയാണ്? 200/10 നമുക്ക് കിട്ടും 20 അല്ലേ? ഒരു ബുക്കിൻ്റെ വില 20 ആണ്. അടുത്തത് 200 രൂപയ്ക്ക് 8 എന്ന രീതിയിൽ അദ്ദേഹം വിറ്റത്. അപ്പോൾ 200 രൂപയ്ക്ക് 8 ബുക്ക് അദ്ദേഹം വിറ്റെങ്കിൽ ഒരു ബുക്കിന് എത്ര രൂപ വെച്ച് കിട്ടി അദ്ദേഹത്തിന്? ഒരു ബുക്കിന് 200/8 25 രൂപ വെച്ചാണ് അദ്ദേഹം വിറ്റത്. അപ്പം നോക്കി, വാങ്ങിയത് 20 രൂപയ്ക്കും വിറ്റത് 25 രൂപയ്ക്കും. അപ്പം ലാഭം എത്രയാണ്? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക. വിറ്റ വില 25, വാങ്ങിയ വില 20. കുറച്ചാൽ നമുക്ക് 5 കിട്ടും അല്ലേ? കുറച്ചാൽ നമുക്ക് 5 കിട്ടും. ഇനി ലാഭശതമാനം കണ്ടുപിടിക്കണം. ലാഭശതമാനം വെച്ചാൽ എന്താണ്? ലാഭം × 100 വാങ്ങിയ വില. ലാഭം നമുക്ക് കിട്ടി 5 ആണ്. × 100 എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? വെറും 20 രൂപയ്ക്ക്. അപ്പം /20 വെട്ടിക്കളഞ്ഞാൽ 5 × 10 = 50/2. 50ൻ്റെ പകുതി എത്രയാണ്? 25% അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്. കണ്ടോ? ശതമാനം പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പം എന്താണ്? 200 രൂപയ്ക്ക് 10 ബുക്ക് വാങ്ങിച്ച് 200 രൂപയ്ക്ക് 8 എന്ന തോതിൽ ബുക്ക് വിറ്റാൽ അദ്ദേഹത്തിന് 25% എന്താണ്? ലാഭമാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം 10 രൂപയ്ക്ക് വാങ്ങിച്ച് 8 രൂപയ്ക്ക് വിറ്റാൽ അവിടെ ഒരെണ്ണത്തിൽ തന്നെ 2 രൂപ ലാഭമുണ്ട് അല്ലേ? അപ്പം എന്താണ് വരേണ്ടത്? അദ്ദേഹത്തിൻ്റെ ലാഭമാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഗുണം 100 വാങ്ങിയ വില. തിരിച്ചാണെങ്കിൽ നഷ്ടം × 100 വിറ്റ വില. നഷ്ടശതമാനമാണ് കേട്ടോ. ശതമാനങ്ങളൊക്കെ നമ്മുടെ നഷ്ടലാഭ ശതമാനങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 11:5 എന്ന അംശബന്ധത്തിൽ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം 3:2 ആയിട്ട് മാറും? ഒരു നമുക്ക് പുട്ട് ഓൺ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ട്രയൽ ആൻഡ് മെത്തേഡ് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ? 11:5 ആണ് നമ്മുടെ റേഷ്യോ അല്ലേ? 11:5 ആണ്. അതിനോട് കൂട്ടത്തിൽ ഈ തന്നിരിക്കുന്ന 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ ഏത് നമ്പർ കൂട്ടിയാലാണ് നമ്മുടെ റേഷ്യോ 3:2 എന്ന് പറഞ്ഞ് മാറുന്നത്? അതായത് ഈ 15:5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 11/5 എന്ന അർത്ഥം അല്ലേ? അതിനെ നമ്മൾ എഴുതുന്നതാണ് 11:5 എന്ന്. അപ്പോൾ 11:5 നമ്മൾ 11/5 എന്ന് എഴുതുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 5 കൂട്ടുക രണ്ട് സൈഡിലും. 5 ഒന്ന് കൂട്ടി നോക്കി, 11 × 5 = 16, 5 × 5 = 10. ഇതിനൊന്ന് വെട്ടിച്ചുരുക്കിയാൽ നമുക്ക് 3/2 കിട്ടുമോ നോക്കിയാൽ മതി. നോക്കി, നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 2 വെച്ച് കട്ട് ചെയ്യും അല്ലേ? 2 വെച്ച് കട്ട് ചെയ്യുമ്പം മുകളിൽ 8ഉം താഴെ 5ഉം. ഇനിയും എല്ലാം വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വരേണ്ടത് 8:5 ആണ്. നമുക്ക് വേണ്ടത് 3:2 ആണ്. 5 പറ്റത്തില്ല. അടുത്തത് 11/5 എടുക്കുക, 6 കൂട്ടുക, +6 കൂട്ടുക. 11ഉം 6ഉം എത്രയാണ്? 17 ആണ്. 5ഉം 6ഉം 11 ആണ്. ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്ര വരും? 17:16 ആണ് ഇതിൻ്റെ റേഷ്യോ വരേണ്ടത്. അപ്പോൾ അതുമല്ല, നമുക്ക് വേണ്ടത് 3:2 ആണ്. അടുത്തത് 11/5 എടുക്കുക, 7 കൂട്ടുക, +7 +7. 11 7 18 ആണ്. 5 7 12 ആണ്. വെട്ടിക്കുറച്ചാൽ 8ൻ്റെ അകത്ത് 3 എത്ര വട്ടം? 3 വെച്ച് വേണം കുറയ്ക്കുക അല്ലേ? 8ൻ്റെ അകത്ത് 3 18ൻ്റെ അകത്ത് 3 6 വട്ടം, 12ൻ്റെ അകത്ത് 3 4 വട്ടം അല്ലേ? ഇനിയും വേണേൽ കുറയ്ക്കാം, 2 വെച്ച് കുറയ്ക്കാം അല്ലേ? 2 വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ 6ൻ്റെ അകത്ത് 2 3 വട്ടം, 4ൻ്റെ അകത്ത് 2 വട്ടം. എത്ര കിട്ടി? 3:2 കിട്ടി. അപ്പോൾ 7 ഉത്തരം കിട്ടി. 8 കിട്ടത്തില്ലെന്ന് തെളിയിച്ചാൽ പോരെ? 11 + 8 / 5 + 8. 11 8 കൂട്ടിയാൽ 19 കിട്ടും.
5 വെട്ടും കൂട്ടിയാൽ 13 കിട്ടും. കോമൺ ഫാക്ടേഴ്സ് ആരുമില്ല. നമുക്ക് റേഷ്യോ വരുന്നത് 19:13. അപ്പോൾ ഏതാണ് ഉത്തരം വരേണ്ടത്? 7 കൂട്ടേണ്ടത് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കുക. കാരണം നമുക്കറിയാമല്ലോ 3:2 എന്ന് എഴുതണമെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 3/2 ആണ് അല്ലേ? അപ്പോൾ 1:2 എന്ന് എഴുതണമെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 1/2 എന്ന് എഴുതാൻ നമ്മൾ നേരെ തിരിച്ചെഴുതുന്നതാണ് എന്ത്? 1:2 എന്ന് റേഷ്യോ ഇട്ട് എഴുതുന്നത്. അപ്പം 11/5നെ എന്ത് അംശബന്ധം നമുക്ക് കൂട്ടി ഇരുവശത്തും കൂട്ടിയാൽ, അതായത് മുകളിലും താഴെയും കൂട്ടിയാൽ നമുക്ക് 3:2 എന്ന് വെച്ചാൽ എന്താണ്? 7 കൂട്ടി നോക്കണം. അപ്പം 18/12 കിട്ടും. വീണ്ടും വെട്ടി ചെറുതാക്കിയാൽ 6/4 കിട്ടും. അതിനെ വീണ്ടും 2 വെച്ച് ചെറുതാക്കിയാൽ 3/2 കിട്ടും. ഉത്തരം എത്രയാണ്? 7 നമ്മൾ കൂട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ 7 ഇവിടെ ആൻസർ ആയിട്ട് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് 0.12 ഡിവൈഡ് ബൈ 0.1 ഇൻറ്റു 0.3 ഇൻറ്റു 0.4 വാല്യൂ എത്ര കണ്ടുപിടിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. എന്താണ് നമുക്കറിയാം, റൂട്ടിൻ്റെ അകത്ത് എന്തുണ്ട്? 0.12 ഡിവൈഡ് ബൈ 0.1 ഇൻറ്റു 0.03 ഇൻറ്റു 0.4 ഇതിൻ്റെ വാല്യൂ ആണ് പിടിക്കേണ്ടത്. എന്തെടുക്കണം? റൂട്ട് 0.12 ഡിവൈഡ് ബൈ താഴെയുള്ള ഡെസിമൽ സ്ഥാനങ്ങളെല്ലാം മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, ഡെസിമൽ സ്ഥാനം കൊടുക്കുക. 1 ഗുണം 3 3, 3 ഗുണം 4 എത്രയാണ്? 12. ഇനി ഡെസിമൽ സ്ഥാനങ്ങൾ എണ്ണണം. 1 2 3 4 അല്ലേ? 4 ഡെസിമൽ സ്ഥാനം മാറ്റി കുത്തിരണം. 1 2 3 4 കുത്തിട്ടു, നമുക്ക് കിട്ടി 0.12 ഡിവൈഡ് ബൈ 0.0012. നമ്പേഴ്സിനെ നമുക്ക് പോസിറ്റീവ് ആക്കണം. സോ താഴെയുള്ള നമ്പറിൻ്റെ അത്രയും വാല്യൂസ് നമുക്ക് പോസിറ്റീവ് ഇട്ട് ഗുണിക്കണം. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അല്ലേ? താഴെ നമ്മളൊരു 10,000 കൊണ്ട് ഗുണിച്ചാൽ താഴത്തെ വാല്യൂ പോസിറ്റീവ് ആകും. താഴെ ഗുണിച്ച് അതേ നമ്പർ ഇട്ട് വേണം മുകളിലും ഗുണിക്കാൻ. അപ്പോൾ താഴെ നമ്മൾ 10,000 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, മുകളിലും നമ്മൾ അതേ 10,000 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10,000 0.12 ഇൻറ്റു 10,000 0.0012 ഇൻറ്റു 10,000 നമുക്ക് കിട്ടും. 0.12 ഇൻറ്റു 10,000 കിട്ടുമ്പം നോക്കി എത്ര വാല്യൂ പോസിറ്റീവായിട്ട് മാറും? 12 കഴിഞ്ഞിട്ട് 2 വാല്യൂ പോസിറ്റീവ് സംഖ്യകൾ വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 12 തന്നെ വരും. 12 12 വെട്ടിപ്പോയി തന്നെ വരും? റൂട്ട് 100 വരും. റൂട്ട് 100ൻ്റെ വാല്യൂ എത്രയാണ്? 10. 10ൻ്റെ സ്ക്വയർ അല്ലേ 100 എന്ന് പറയും. അപ്പോൾ 100ൻ്റെ റൂട്ട് തന്നെ ആയിരിക്കും 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും വാല്യൂ? ഓപ്ഷൻ ബി 10 കിട്ടും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഡെസിമലും അതുപോലെ തന്നെ സ്ക്വയേഴ്സും അറിയാവുന്ന ചോദ്യമാണ്. നമ്മൾ ഒബ്വിയസ്ലി ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എപ്പോഴും ഇങ്ങനെ മിക്സ് ആക്കി ചോദിക്കുള്ളൂ. കാരണം 2 ടോപ്പിക്കിൽ നിന്ന് ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു നെഗറ്റീവ് നമ്പർ എങ്ങനെ പോസിറ്റീവ് ആക്കണ്ടോ, ഒരു ഡെസിമൽ സ്ഥാനത്ത് എങ്ങനെ പോസിറ്റീവ് ആക്കും? 10,000 കൊണ്ട് പ്ലേസ് വാല്യൂ നോക്കുക, അത്രയും നമ്പർ ഇട്ട് ഗുണിക്കുക. അതേ നമ്പർ തന്നെ വേണം മുകളിലിട്ട് ഗുണിക്കാൻ. കണ്ടോ, ആ തിയറിയൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ 2 സംഖ്യയുള്ളൂ. സോ 2 സ്ഥാനം പൂജ്യങ്ങൾ പോസിറ്റീവായിട്ട് മാറും. 12 ഗുണം 12 വെട്ടിപ്പോയാൽ മുകളിൽ 100 കിട്ടും. സോ റൂട്ട് 100 എത്രയാണ്? റൂട്ട് 100 10 നമുക്ക് ഉത്തരം കിട്ടി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം. കാരണം റൂട്ടും സ്ക്വയറും ഡെസിമലും അതിനെ പോസിറ്റീവ് ആക്കുന്നതും നെഗറ്റീവ് ആക്കുന്നതും ഡെസിമൽ കൗണ്ട് ചെയ്യുന്നതും ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷനും എല്ലാം തന്നെ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചിങ് മാനുവലിൻ്റെ പ്രതികരണ പേജിൽ എഴുതുന്ന ഉദ്ദേശമല്ലാത്തത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പഠന പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന്, അധ്യാപകൻ്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്, കുട്ടികളുടെ പഠന പ്രശ്നം തിരിച്ചറിയുന്നതിന്, കുട്ടിയുടെ പഠന പുരോഗതി തിരിച്ചറിയുന്നതിന്. എന്താണ് ടീച്ചിങ് മാനുവലിലെ പ്രതികരണ പേജ്? ഏതാണ്? നമ്മൾ എഴുതില്ലേ പ്രോസസ്സും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എഴുതുന്ന പ്രതികരണവും വിലയിരുത്തലെന്നൊക്കെ എഴുതില്ലേ, അതിൻ്റെ അകത്തുള്ള പേരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമല്ലാത്ത എന്താണ്? അധ്യാപകൻ്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. അതൊരിക്കലും അതിൻ്റെ അകത്ത് വരത്തില്ല. അധ്യാപകൻ്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തണമെങ്കിൽ അത് ഏതിൻ്റെ അകത്ത് എഴുതണം? ഏതിൻ്റെ അകത്ത് എഴുതണം? ഏതിൻ്റെ അകത്ത് എഴുതണം? കേട്ടിട്ടില്ലേ? റിഫ്ലക്റ്റീവ് നോട്ട്സ്, പ്രതിഫലാത്മക കുറിപ്പിൻ്റെ അകത്ത് വേണം അധ്യാപകൻ്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്താൻ എഴുതാൻ കേട്ടോ. ഒരിക്കലും ടീച്ചിങ് മാനുവലിൻ്റെ പ്രതികരണത്തെ പേജിൽ പഠന പ്രവർത്തനങ്ങൾ കുട്ടികളെ വിലയിരുത്താനും കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കുട്ടിയുടെ പഠന പുരോഗതി തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാലോ, നമ്മളൊരു പ്രവർത്തനം ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ ഇന്ന കുട്ടി ഇതിനോട് നന്നായി പ്രതികരിച്ചു, ഇന്ന കുട്ടികൾ ഇതിനോട് പ്രതികരിച്ചില്ല, ഇന്ന പ്രോബ്ലം ഇവർക്ക് പ്രശ്നമായിട്ട് തോന്നി, ആ പ്രോബ്ലത്തെ മറ്റൊരു രീതിയിൽ അവലംബിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ നമ്മൾ എവിടെ എഴുതി വെക്കേണ്ടത്? ഈ പ്രതികരണ പേജിൽ. അപ്പം കുട്ടികളെ വിലയിരുത്തുന്നതിനും കുട്ടികളുടെ പഠന പ്രശ്നം തിരിച്ചറിയുന്നതിനും കുട്ടിയുടെ പുരോഗതികൾ നമുക്ക് മനസ്സിലാക്കുന്നതിനും ഒരു പഠന പ്രശ്നത്തെ വിലയിരുത്തുന്നതിനുമാണ് നമ്മൾ പ്രതികരണ പേജ് നമ്മൾ ഉടനെ തയ്യാറാക്കുന്നത്. അത് ഒരു ക്ലാസ് നടന്ന് കഴിഞ്ഞ പാടെ എഴുതണം, അല്ലാതെ 10 ദിവസം കഴിഞ്ഞ് എഴുതാൻ പോയാൽ ആ ക്ലാസ് നടന്നു തന്നെ നമ്മൾ മറന്നു പോകും. പിന്നെ അധ്യാപകർക്ക് തൻ്റെ ഉള്ളടക്ക ധാരണ
നമ്മുടെ കോണ്ടന്റ് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എഴുതണം നമ്മുടെ പ്രതികരാത്മക പേജ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് എന്താണ് നോട്ടിൽ വേണം നമ്മൾ അത് പോയി എഴുതുവാൻ കേട്ടോ. ഒബ്വിയസ്ലി നോക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിനാണെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം കേട്ടോ. ടീച്ചർമാരിൽ നിന്നൊരു ചോദ്യം എന്നാണേലും വരും, പരീക്ഷയ്ക്ക് ആ കാര്യം കൂടി നോക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് മാത്സിലെ. അപ്പം ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ലേ. നമ്മുടെ LP UP തലങ്ങളിൽ ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ ഒരു 10ാം ക്ലാസ് വരെയുള്ള നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ കണ്ടു. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാതെ മാത്സിന് രക്ഷയില്ല കേട്ടോ. ചെയ്ത് പഠിച്ചേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ. പരീക്ഷയ്ക്ക് ഇനിയും ഏകദേശം ഒരു 10-40 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. യെസ്, അപ്പം റിവിഷൻ തുടങ്ങി. റിവിഷൻ നല്ല രീതിക്ക് തുടങ്ങണം. അതുപോലെ തന്നെ പാടുള്ള സബ്ജക്റ്റ് വീണ്ടും വീണ്ടും എടുത്ത് പഠിക്കണം. മറന്നു പോകുന്ന എഴുതി പഠിക്കണം. അല്ലാത്തത് വായിച്ചു എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ രീതിക്ക് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ. യെസ്, താങ്ക് യു.